Was a princess. We are now here at the funeral of a princess. നാം കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു സമാഹാരം മാത്രമാണ് ഞാൻ പറയുന്നത്. അത് ഈ സാറയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ആ കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ആദ്യമായിട്ട് വായിച്ചത് ആൻഡ് സാറ ഡൈഡ്. സാറ മരിച്ചു. ദീർഘ ആയുസ് ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി 127 വയസ്സ് ജീവിച്ചു. അതിനുശേഷം മരിച്ചു. നമ്മുടെ അമ്മച്ചി ഇന്ന് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നാം എത്ര ആയുസ് ജീവിച്ചാലും കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ നാം എല്ലാവരും മരിക്കും. മാസിഡോണിയയിലുണ്ടായിരുന്ന ഫിലിപ്പ് ചക്രവർത്തി തൻ്റെ ഒരു അടിമയ്ക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. എല്ലാ ദിവസവും രാവിലെ തന്നെ വിളിച്ചുണർത്തി തന്നോട് പറയണം, ഫിലിപ്പ്, റിമെമ്പർ യു മസ്റ്റ് ഡൈ. എല്ലാ ദിവസവും രാവിലെ ചക്രവർത്തിയെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തോട് പറയും, അങ്ങ് മരിക്കും നിശ്ചയമാണ്. നമ്മുടെ അമ്മച്ചി ദൈവം ദീർഘായുസ് കൊടുത്ത ഒരമ്മച്ചിയാണ്. ഷീ ഈസ് എ മാട്രിയാർക്ക് ഇൻ അവർ ഫാമിലി. ആ ജീവിതത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ സമയം ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചു. ലോകകാര്യങ്ങളൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾ, ദൈവം നടത്തിയതായ അത്ഭുതമായിരിക്കുന്ന മാർഗങ്ങൾ, ദൈവത്തിൻ്റെ വിശ്വസ്തത, തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാണ്, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു, പല തമാശകൾ പറഞ്ഞു, ഒരുമിച്ച് ചിരിച്ചു, ഒരുമിച്ച് കരഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ തനിക്കറിയാമായിരുന്നു താൻ യാത്ര പറയേണ്ട സമയം ആയിരുന്നു. ആ കാര്യം നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. ആ വീട് പണിയുടെ ഒടുവിലത്തെ പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും. അതുവരെ ആയിരുന്നു അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നത്. നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പോലെ ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, സാറ മരിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം നിങ്ങൾ കേൾക്കും, ജെയിംസ് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മി മരിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ മരിച്ചു. നിങ്ങളും മരിക്കും. ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം ഈ അമ്മച്ചി നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ സാറ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യമാണ് ഞാൻ ഈ ബന്ധത്തിൽ ചില വാക്കുകൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാറയുടെ മരണം ഒരു നല്ല ഭാര്യയുടെ മരണമായിരുന്നു. Death of a wonderful, good wife. പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം നാം വായിക്കുന്നുണ്ട്. പലപ്പോഴും നാം വിവാഹത്തിനാണത് വായിക്കുന്നത്. എന്നാൽ നാം ഈ ബന്ധത്തിൽ ചിന്തിച്ചു നോക്കുക. അവിടെ സാറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അങ്ങനെ സാറയും അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചു. വലിയപ്പനും വല്യമ്മയും തമ്മിലുള്ള ബന്ധം അതുപോലാണ്. തൻ്റെ ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു അമ്മച്ചിയാണിത്. She always talked about him with much reverence. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ വെക്കേഷനിൽ അവിടെ പോകും, അവിടെ ചെലവഴിക്കും. അവിടെ രാവിലെ എല്ലാ ദിവസവും
ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. വലിയപ്പച്ചൻ ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിൻ്റെ വിസിലടിക്കുന്നത് വരെ അവിടെ ബൈബിൾ ക്ലാസ്സാണ്. അന്ന് നമ്മുടെ പ്രിയ സണ്ണി അതുപോലെ ഞങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കും. അന്ന് പഠിക്കാനുള്ള വേദവാക്യം തരും. വൈകുന്നേരം അതൊക്കെ പഠിച്ചു വന്നാൽ ഞങ്ങളെയും കൊണ്ട് ബീച്ചിലേക്ക് പോകും. അന്ന് ഹലുവ വിൽക്കുന്ന കടയിൽ പോകുക, ഞങ്ങളെല്ലാവരും അതിൻ്റെ സാമ്പിൾ കഴിക്കും. ഒടുവിൽ അല്പം വലുവും വായിച്ചു വരും. ഇന്നും ആ ഓർമ്മ മനസ്സിലുണ്ട്. ഞാനത് പറയാൻ കാരണം ആ ഭക്തിയുടെ ആ പ്രസരിപ്പ് അന്ന് ഈ അമ്മച്ചിക്കുണ്ട്. അന്ന് വീട്ടിൽ 10-18 പിള്ളേർ കാണും. അവർക്കുള്ള ആഹാരം മുഴുവൻ രാവിലെ ഒരുക്കും. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. ആ സ്നേഹത്തിൻ്റെ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലും ഇന്ന് പൊങ്ങി വരികയാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന, അബ്രഹാം വിലപിച്ച് കരയുവാൻ വന്നെന്നാണ്. തിങ്ക് ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദാറ്റ് ഹസ്ബൻഡ്. അബ്രഹാമിന് മുമ്പ് ഒരിക്കലും കരഞ്ഞതായിട്ട് നാം വായിക്കുന്നില്ല. നാട് വിട്ട് വന്നപ്പോൾ, ലോത്ത് വിട്ടു പോയപ്പോൾ, സ്വന്തം മകനെ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഒരിക്കലും അബ്രഹാം കരഞ്ഞിട്ടില്ല. എന്നാൽ സാറയുടെ വേർപാടിൻ്റെ മധ്യത്തിൽ കരച്ചിലടക്കാൻ കഴിയാത്ത അബ്രഹാം, വിശ്വാസികളുടെ പിതാവ്. ഞങ്ങൾ മക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകുന്ന ദുഃഖത്തിൻ്റെ ഉറവകളുണ്ട്. അത് അമ്മച്ചി മരിച്ച ദുഃഖം കൊണ്ടല്ല, കാരണം അവൾ പോയ കാര്യം ഞങ്ങൾക്കറിയാം. അവളിന്ന് കർത്താവിനോട് കൂടെയാണ് എന്ന് വരികിലും ആ സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ സ്മരണകൾ ഒരിക്കലും ഈറൻ അണിയാത്തതല്ലല്ലോ. ആ നിലയിൽ അമ്മച്ചിയുടെ മരണം ഞങ്ങൾ ഓർക്കുമ്പോൾ ഒരു സ്നേഹനിധിയായിരിക്കുന്ന ഭാര്യയുടെ മരണമായിരുന്നു അത്. സാറയുടെ മരണം അങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, സാറയുടെ മരണം സ്നേഹ ഹൃദയമുള്ള ഒരു അമ്മയുടെ മരണമായിരുന്നു. 24-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നാം വായിച്ച അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്: അങ്ങനെ ഇസ്ഹാക്കിൻ്റെ അമ്മയുടെ ദുഃഖം, അമ്മയുടെ വേർപാടിൻ്റെ ദുഃഖം, മരണദുഃഖം അങ്ങനെ തീർന്നു, അവസാനിച്ചു എന്നാണ്. അബ്രഹാം ദുഃഖിച്ചെന്ന് മാത്രമല്ല, ആ അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഒരു മകൻ ദീർഘവർഷങ്ങൾ, ഇന്ന് മക്കളാകുന്ന ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആ അമ്മയുടെ മരണത്തിന് ഞങ്ങളും ദുഃഖിക്കുന്ന ആ ദുഃഖത്തെ പങ്കുവെക്കുവാൻ കൂടി വേണ്ടിയാണ്. മൂന്നാമത്, സാറയുടെ മരണം അതിഥി സൽക്കാര പ്രിയയായ ഒരു സഹോദരിയുടെ മരണമായിരുന്നു. അവളെക്കുറിച്ചാണ് എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നത്. അവൾ അറിയാതെ ദൈവദൂതന്മാരെ ശുശ്രൂഷിച്ചു. ദൈവദൂതന്മാരെയല്ല, ദൈവത്തിന് തന്നെ ആഹാരം ഒരുക്കി കൊടുത്തവളായിരുന്നു സാറ. എത്രയോ ആളുകളാണ് ആ വീട്ടിൽ താമസിച്ചത്, അവളുടെ ആതിഥ്യം അംഗീകരിച്ചത്, സ്വീകരിച്ചത്. മലബാറിൽ സുവിശേഷ വേല തുടങ്ങുന്ന ആരംഭകാലത്ത് ഞാൻ അവിടെയുള്ള സമയങ്ങളിലൊക്കെ തന്നെയും മലബാറിൻ്റെ പ്രദേശങ്ങളിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന എല്ലാവരും ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടാണ് പോകുന്നത്. ആ വേലയെക്കുറിച്ചുള്ള ഭാരവും, എത്ര പേരുണ്ടെങ്കിലും അവരെ ഒരു മടിപ്പും കൂടാതെ സന്തോഷത്തോടെ സൽക്കരിക്കുവാൻ മനസ്സുള്ള ഒരു അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങളെ വിട്ട് ഇന്ന് വേർപെട്ട് പോയിരിക്കുന്നത്. നാലാമത്, വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃക വെച്ച ഒരു വിശുദ്ധ സ്ത്രീ ആയിരുന്നു സാറ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരുന്നത്, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. സാറയെക്കുറിച്ചാണ് അവിടെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ സ്ത്രീകൾ, വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു അമ്മച്ചിയാണ് ഞങ്ങളുടെ അമ്മച്ചി എന്ന് നാം ആ കാര്യം ഓർക്കുകയുണ്ടായല്ലോ. നാം പത്രോസ് തന്നെ പറഞ്ഞ വാക്കുകൾ അവിടെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ അലങ്കാരം പുറമെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെയല്ല, സൗമ്യതയും സാവധാനയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണം. പത്രോസിന്റെ പ്രത്യേക പ്രയോഗമാണത്. ഇൻകറപ്റ്റബിൾ ബ്ലഡ്, ഇൻകറപ്റ്റബിൾ വേർഡ്, ഇൻകറപ്റ്റബിൾ ഹോപ്പ്.
ആ പത്രോസ് പറയുകയാണ്, ഈ സാറയുടെ ആ ജീവിതത്തെ നോക്കി പറഞ്ഞതാണ്, സാവധാനത, സൗമ്യത ഉള്ള അക്ഷയ ഭൂഷണം. നിങ്ങൾ ഇതുവരെയും കേട്ട വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ വാക്കുകൾ ഈ അമ്മച്ചിക്ക് യോജിക്കുന്നത് പോലെ വേറെ ആർക്കെങ്കിലും യോജിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൗമ്യത, സാവധാനത, ജീവിതത്തിലെ വിശുദ്ധി. അഞ്ചാമത്, സാറയുടെ മരണം പ്രത്യാശയോടെ ഓട്ടം തികച്ച ഒരു ദൈവഭക്തയായ സ്ത്രീയുടെ മരണമായിരുന്നു. ഞാനത് പറയാൻ കാരണം, പത്രോസ് തന്നെ തൻ്റെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന വാക്കുകൾ ഞാനത് ഉദ്ധരിക്കുകയുണ്ടായി. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച. എന്തൊരു ജീവിതമാണത്! മറ്റേ ചില ട്രാൻസ്ലേഷൻ നാം വായിക്കുന്നത് ദൈവത്തിൽ ആശ്രയം വെച്ച, വൺ ഹു ട്രസ്റ്റഡ് ദ ലോർഡ്. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ കാര്യമാണ് ഓർമ്മ വരുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച, ദൈവത്തിൽ പ്രത്യാശ വെച്ച ഒരു ജീവിതം. അബ്രഹാം വളരെ ഭക്തനായ മനുഷ്യനായിരുന്നല്ലോ, ശക്തനായ മനുഷ്യനായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അങ്ങനെ അനവധി നന്മകൾ തന്നെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. എന്നാൽ സാറ ആശ്രയിച്ചത്, സാറ പ്രത്യാശ വെച്ചത് അബ്രഹാമിലല്ല, അബ്രഹാമിൻ്റെ ദൈവത്തിൽ. നിങ്ങൾ ആ കാര്യം കേട്ടു. 50 വർഷത്തോളം തൻ്റെ പ്രിയതമൻ നഷ്ടപ്പെട്ടതിന് ശേഷവും തൻ്റെ വിശ്വാസ ജീവിതം തുടരാൻ സാധിച്ചത് ഞങ്ങളുടെ വലിയപ്പച്ചൻ വളരെ ഭക്തനായ മനുഷ്യനായിരുന്നു. നിങ്ങളതൊക്കെ കേട്ട് കഴിഞ്ഞ കാര്യമാണ്. അറിയാവുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിലല്ല ആശ്രയം വെച്ചിരുന്നത്, ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് അത് സാധിച്ചത്. കുഞ്ഞച്ചൻ ഓർപ്പിക്കുകയുണ്ടായി, 21 ഒരു പ്രത്യേക ദിവസമാണ് എന്ന്. 1964 ജൂൺ 21 ഒരിക്കലും മറക്കാൻ കഴിയുന്ന ദിവസമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ മരിക്കുന്ന ഒരാളുടെ അരികിൽ നിന്നിട്ടുള്ളൂ. അത് പ്രിയ അപ്പച്ചൻ മരിക്കുന്ന സമയത്താണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് രംഗം. അന്ന് ബോബി എന്നോട് കൂടെ ഉണ്ട്, അമ്മച്ചി അവിടെ ഉണ്ട്. അതും ഒരു ഞായറാഴ്ചയായിരുന്നു. അമ്മച്ചി മരിച്ചതും ഒരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്ന സഹോദരന്മാരെല്ലാവരും യോഗത്തിന് പോയിക്കോട്ടെ, നിങ്ങൾ 3 പേരും പോകണ്ട. ഞങ്ങൾ 3 പേരും ആ മുറിയിലിരുന്നു. താൻ തന്നെ പാട്ടുപാടി പ്രാർത്ഥിച്ചു. വളരെ സന്തോഷകരമായി ആ രാവിലെ കഴിയുകയായിരുന്നു. ഞങ്ങൾക്കറിയാൻ പാടില്ല പുള്ളി മരിക്കാൻ പോവുകയാണെന്ന്. ഞങ്ങളൊക്കെ ചെറുപ്പമാണ്. അതെല്ലാം കഴിഞ്ഞ് ഈ അമ്മച്ചിയെ വിളിച്ച് ഇന്ന് ഇവിടെ തണുത്ത് കിടക്കുന്ന ആ മുഖത്ത് ചുംബിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ പോവുകയാണ്. കുഞ്ഞച്ചൻ പറഞ്ഞതുപോലെ അപ്പച്ചൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങളെ നടത്തിക്കൊള്ളും. കുഞ്ഞച്ചന് ബോബിയെ ചുംബനം ചെയ്തിട്ട് പറഞ്ഞു, അപ്പച്ചൻ ജീവിച്ചതുപോലെ ജീവിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ ചുംബനം ചെയ്ത് പറഞ്ഞു, അന്ന് വലിയമ്മച്ച് ജീവിച്ചിരിപ്പുണ്ട്, ഇത് അമ്മയ്ക്ക് കൊടുക്കുക.